അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ CCTV ചെക്ക് ചെയ്യാൻ വേണ്ടി സൈനുവും ആമിയും ഇരിക്കുന്ന സമയത്താണ് അമീർ അങ്ങോട്ട് വന്നത്. കാരണം അവരുടെ ഡ്യൂട്ടി ടൈം തീരാനായിട്ടുണ്ടായിരുന്നു. ആമിയെ കാത്തു നിന്നിട്ട് കാണാത്തത് കൊണ്ട് അമീർ അങ്ങോട്ട് തിരഞ്ഞു വരികയായിരുന്നു. അവനെ കണ്ടതും സൈനു ചോദിച്ചു, "ആ അമീറോ, എന്താ നീ ഇവിടെ?" അപ്പോൾ അവൻ പറഞ്ഞു, ഡ്യൂട്ടി ടൈം കഴിഞ്ഞില്ലേ, ആമിയെ കാണാത്തത് കൊണ്ട് ഞാൻ പോവാൻ വേണ്ടി അവളെ വിളിക്കാൻ വേണ്ടി വന്നതാണ്." അപ്പോൾ സൈനു പറഞ്ഞു, നിൽക്ക്, ഒരു അത്യാവശ്യ കാര്യം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ആമി വരും." അപ്പോൾ അവൻ ചോദിച്ചു, "എന്താണ് സാർ?" സൈനു പറഞ്ഞു, "അതൊക്കെയുണ്ട്, നീയും ഇവിടെ നിൽക്ക്, നീയും ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ." അപ്പോൾ അവൻ ചോദിച്ചു, അവനാണെങ്കിൽ ആകെ ബേജാറായിരുന്നു, എന്താണ് കാര്യങ്ങൾ എന്ന് അറിയാത്തത് കൊണ്ട്. അപ്പോൾ സൈനു പറഞ്ഞു, വലിയൊരു കാര്യം തന്നെയുണ്ട്. നിന്റെ പെങ്ങളെ ഞാൻ കുറച്ച് പണം ഏൽപ്പിച്ചിരുന്നു, അത് കാണാനില്ല, അതുകൊണ്ട് ഇവിടെ അപ്പോൾ അമീർ എടുത്ത വഴിക്ക് ചോദിച്ചു, "പണം കാണാനില്ലെന്നോ? ആരാണ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഓഫീസിൽ വന്ന്, അതും സാറിൻ്റെ റൂമിലൊക്കെ കയറി ആ പണം എടുക്കാൻ ഇത്ര ധൈര്യമുള്ള ആൾ ആരാ? ഇനിയിപ്പോൾ എങ്ങനെ അറിയാം?" അപ്പോൾ സൈനു പറഞ്ഞു, CCTV ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കണമെങ്കിൽ അതും ചെയ്യാം എന്നെല്ലാം പറഞ്ഞു. അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അമളി ആലോചിച്ച് അമീർ ആകെ വിയർത്ത് പോയത്. CCTVയുടെ ക്യാമറയിൽ വല്ലതും ചെയ്തു വെക്കാതെ തങ്ങൾ വന്ന് പണം എടുത്തത് ആകെ അബദ്ധമായി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അവന് അവിടെ നിന്ന് ഓടി എങ്ങോട്ടെങ്കിലും പോവാനാണ് തോന്നിയത്. ഇനി ഷഹാനയെ പോയി വിളിച്ചു കൊണ്ടുവരണോ? അവൻ അവിടെ കിടന്ന് ആകെ വെപ്രാളപ്പെടുന്നത് കണ്ട് സൈൻ ചോദിച്ചു, "എന്തു പറ്റി അമീർ?" "അല്ല." അപ്പോൾ അമീർ പറഞ്ഞു, "അല്ല, പണമെല്ലാം പോയി എന്ന് കേട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷ എന്നെല്ലാം പറഞ്ഞു. അമീർ പോയിട്ട് അവനെ കുറേ നേരം കാണാത്തത് കൊണ്ട് ഷഹാനയ്ക്കും അവിടെ ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത്ര നേരമായിട്ടും അമീർ വീട്ടിൽ പോയിട്ടില്ല, ആമിയും വന്നിട്ടില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ ആമിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമോ എന്നെല്ലാം അറിയാത്തത് കൊണ്ട് ഷഹാനയും അങ്ങോട്ട് ബേജാറോടെ വന്നു. ഷഹാനയെ കണ്ടതും സൈനു പറഞ്ഞു, എല്ലാവരും ഉണ്ടല്ലോ. "അതേ, നീ അറിഞ്ഞോ, ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായി." അപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഷഹാന ചോദിച്ചു, "അയ്യോ, എന്തു പറ്റി സാർ?" "ഞാൻ ഇവിടെ അമാനയെ കുറച്ച് പണമേൽപ്പിച്ചിരുന്നു, അത് മിസ്സായിട്ടുണ്ട്." അപ്പോൾ ഷഹാന ചോദിച്ചു, "അയ്യോ, ആരാണ് ഇവിടെ നിന്നെല്ലാം പണം എടുത്തു പോയിരിക്കുന്നത്?" "ആമി, ഇത്താൻ്റെ കല്യാണമൊക്കെ അല്ലേ, നീ എന്തെങ്കിലും ആവശ്യത്തിനാണ് എടുത്തതെങ്കിൽ അത് തിരിച്ചു കൊടുത്തോ. വീട്ടിൽ ബുദ്ധിമുട്ടൊക്കെയുള്ള സമയമല്ലേ, ഉപ്പ ഒരു പക്ഷേ നിന്നോട് ഓഫീസിൽ നിന്ന് പണം എടുത്തു കൊണ്ടുവരാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്." അപ്പോൾ അമീർ ചാടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ഉപ്പാനെ കള്ളനാക്കരുത്, എൻ്റെ ഉപ്പ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ട് അവൾ എടുത്തതായിരിക്കും, അവൾക്ക് എന്തെങ്കിലും ബാധ്യത അവൾ വരുത്തി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ അടിച്ചുപൊളി ജീവിതത്തിനും ആവശ്യത്തിനും വേണ്ടി അവൾ എടുത്തിട്ടുണ്ടാവും. എൻ്റെ ഉപ്പ അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു പക്ഷേ ഇനി ഉമ്മ എങ്ങാനും അവളോട് കൊണ്ടുവരാൻ പറഞ്ഞു ആവോ, ഉമ്മാക്ക് ഒരു പക്ഷേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മ പറയും, എന്നാലും എൻ്റെ ഉപ്പയും എൻ്റെ വല്യമ്മയൊന്നും അങ്ങനെയുള്ളൊരു കാര്യവും അവളോട് പറയില്ല. അപ്പോൾ ഷഹാനയും അതുപോലെ തന്നെ അമീറും ഒരേ സ്വരത്തിൽ പറഞ്ഞു, "ആമി, നീ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക, വെറുതെ പൊല്ലാപ്പിനൊന്നും നിൽക്കേണ്ട" എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ സൈനു പറഞ്ഞു, "ആരും ബേജാറാവണ്ട, നമ്മുടെ CCTV ഉണ്ടല്ലോ, നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് ആ കള്ളനെ കണ്ടുപിടിച്ചാൽ പോലീസിനെ വരുത്തി വേണ്ടതെല്ലാം ചെയ്യാം, എനിക്കറിയാം എന്ത് വേണമെന്ന്." ഇതുകൂടി കേട്ടതോടെ ഷഹാനയും അതുപോലെ തന്നെ അമീറും നിന്നിടത്ത് നിന്ന് വിയർത്തു. രണ്ടു പേർക്കും അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അമളി ആലോചിച്ചത്, CCTV ഉണ്ട് എന്ന കാര്യം ഓർത്തില്ല എന്ന്. അങ്ങനെ എന്നാൽ ഞാൻ നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് സൈനു CCTV ചെക്ക് ചെയ്യുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അമീറും ഷഹാനയും ആ AC-യുടെ തണുപ്പിലും നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടതും ആമി ചോദിച്ചു, "എന്താ രണ്ടുപേരും വിയർക്കുന്നത്? AC ഇട്ടിട്ട് നന്നായി വിയർക്കുന്നുണ്ടല്ലോ" എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, "അതൊന്നുമല്ല, എന്താ അറിയില്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ആവും,
വിയർക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ സൈനു അതിൻ്റെ സ്ക്രീനിലേക്ക് തന്നെ CCTV ചെക്ക് ചെയ്യുന്ന ആ ഒരു സ്ക്രീനിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. മറ്റു 3 പേരും ആകാംക്ഷയോടെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഏത് നിമിഷവും തങ്ങളുടെ കഴുത്തിന് പിടിവീഴും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെയാണ് നമ്മുടെ അമീറും അതുപോലെ തന്നെ ഷഹാനയും നിൽക്കുന്നത്. എന്നാൽ CCTV ചെക്ക് ചെയ്ത സൈനു ഞെട്ടിപ്പോയി. കാരണം CCTV കംപ്ലൈൻ്റ് ആയിരിക്കുന്നു. അതിൽ ഒന്നും കാണുന്നില്ല. അവൻ ആകെ വിയർത്തുപോയി. സൈനു ആകെ പരവശനായിക്കൊണ്ട് ഛേ എന്ന് പറഞ്ഞുകൊണ്ട് തല കൈവച്ചു. അപ്പോൾ 3 പേര് ഒരേ സ്വരത്തിൽ ചോദിച്ചു, എന്തു പറ്റി സാർ? എന്താണ്? CCTVയിൽ അറിയുന്നുണ്ടോ ആരാണ് പണം എടുത്തത് എന്ന്? അപ്പോൾ സൈനു പറഞ്ഞു, CCTV വർക്ക് ആവാതെ കിടക്കുകയായിരുന്നു. ഞാനും മിനിഞ്ഞാന്ന് ചെക്ക് ചെയ്തതാണ്. ഇന്നലെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് എപ്പോഴാണ് കേടുവന്നത്? ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി നേരാക്കാൻ കൊടുക്കണം. എന്നാലേ ഇപ്പോൾ അതിലുള്ള ഡാറ്റാസൊക്കെ കറക്റ്റ് കിട്ടുകയുള്ളൂ. ഇത് ആരും ശ്രദ്ധിച്ചില്ലേ ഇവിടെ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അമീറും അതുപോലെ തന്നെ ഷഹാനയും ആശ്വാസത്തോടെ ഹാവ് എന്ന് സമാധാനിച്ചു. കാരണം കുറച്ചു നേരത്തേക്ക് തങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ. ഏത് കടയിലാണ് റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നത് എന്ന് അറിയണം. എന്നിട്ട് അവിടെ നിന്നും അതിൻ്റെ ആൾക്ക് എങ്ങനെയെങ്കിലും പണം കയ്യിൽ കൊടുത്ത് കുറച്ച് പണം കയ്യിൽ കൊടുത്ത് അയാളെ കൊണ്ട് മാറ്റി പറയിക്കണം എന്നെല്ലാം അവർ മനസ്സിൽ പ്ലാൻ ഇടുകയായിരുന്നു. അപ്പോഴാണ് സൈനു പറഞ്ഞത്, നാശം പിടിച്ചത്. ഇനിയിപ്പോൾ സമാധാനമില്ല. ഇപ്പോൾ തന്നെ അറിയേണ്ട കാര്യമായിരുന്നു. ആരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു, അതിന് സാറും അമാനയും ഒക്കെയല്ലേ CCTV എല്ലാം നിങ്ങളല്ലേ ചെക്ക് ചെയ്യാറുള്ളത്? ഞങ്ങളൊന്നുമല്ലല്ലോ. ഇന്നലെ ഒന്നും നിങ്ങളതൊന്നും നോക്കിയില്ലേ? അപ്പോൾ കേടുവന്ന കാര്യം അറിഞ്ഞില്ലേ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ സൈനു പറഞ്ഞു, ഞാൻ മിക്കവാറും ചെക്ക് ചെയ്യാറുണ്ട്. മിനിഞ്ഞാന്ന് നോക്കി. ഇന്നലെ പിന്നെ ഞാൻ നോക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അത് കേടായത് അറിഞ്ഞില്ല. വരട്ടെ. ആരും ചെയ്തവർ രക്ഷപ്പെടുമെന്നൊന്നും കരുതണ്ട. കുറച്ച് സമയത്തേക്ക് രക്ഷപ്പെടുകയുള്ളൂ. CCTV നേരാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിടിക്കും ഞാൻ ആ കള്ളനെ എന്നെല്ലാം പറഞ്ഞു. താൽക്കാലികമായി രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ഷഹാനയും അതുപോലെ തന്നെ അമീറും അവിടെ നിന്ന് സ്ഥലം വിട്ടു. അവർ പോയ ഉടൻ, ഞാൻ വരാം കേട്ടോ, നീ നടക്കെന്ന് ആമി പറഞ്ഞു അമീറിനോട്. ഓക്കെ, ഞാൻ നടക്കാം, നീ വേഗം വായോ എന്ന് പറഞ്ഞു. അവർ പോയ ഉടനെ ആമി സൈനുവിനോട് പറഞ്ഞു, സാറിന് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? എൻ്റെ ആ ഒരു അശ്രദ്ധ കൊണ്ടാണ് ആ പണം നഷ്ടപ്പെട്ടത്. ആ ദേഷ്യമൊന്നും സാറിന് എന്നോടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ സൈനു പറഞ്ഞു, എനിക്ക് ദേഷ്യമൊക്കെയുണ്ട്. കാരണം നിന്നെ ഞാൻ ഏൽപ്പിച്ച കാര്യം നീ ശ്രദ്ധിക്കാതെ ഉത്തരവാദിത്തമില്ലാതെ നീ ഇവിടെ നിന്ന് പോയതിൽ എനിക്ക് ദേഷ്യമൊക്കെയുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് നിന്നെ അങ്ങനെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ലല്ലോ. നീ ഇപ്പോൾ എൻ്റെ പെണ്ണല്ലേ. പിന്നെ CCTV നേരാക്കിയാൽ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുമല്ലോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. നീ എന്തായാലും വേഗം പോവാൻ നോക്ക്. അവിടെ അമീർ കാത്തു നിൽക്കുകയല്ലേ. എനിക്ക് അവരെ 2 പേരെയും നല്ല സംശയമുണ്ട്. കാരണം ഈ ഓഫീസിൽ നിന്നോട് ശത്രുതയുള്ള ഏക 2 വ്യക്തികളാണ് നിൻ്റെ ആങ്ങളയും അതുപോലെ തന്നെ ഷഹാനയും. എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് നിന്നോട് ഇത്ര ദേഷ്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ആ ഷഹാനക്ക്. എന്നാൽ അമീറിന് പിന്നെ നിൻ്റെ ഉപ്പാൻ്റെ വാക്ക് കേട്ടിട്ടാണ് നിന്നോടുള്ള ദേഷ്യം ചെറുപ്പം മുതലേ ഉള്ളതാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഷഹാനക്ക് നിന്നോട് എന്താണ് ഇത്രയധികം ദേഷ്യമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അവർ 2 പേരുമാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അവരെ 2 പേരും ഇനി ഈ ഓഫീസിൽ ഉണ്ടായിരിക്കില്ല. എന്തായാലും നാളെ വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇന്ന് തന്നെ അത് ശരിയാക്കി കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നാളെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. നാളെ എല്ലാവരും ഓഫീസിൽ വരട്ടെ. അതുവരെ ഈ പണം നഷ്ടപ്പെട്ട കാര്യം മറ്റാരും അറിയരുത്. നമ്മൾ 4 പേരും അറിഞ്ഞാൽ മതി എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അമാന പറഞ്ഞു, ഓക്കെ സാർ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, അമീർ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് ഷഹാനയും അമീറും പ്ലാൻ ഇടുകയായിരുന്നു ഇനി എന്ത് വേണമെന്നുള്ളത്. ഷഹാന പറഞ്ഞു, എടാ നമ്മൾ കുടുങ്ങുമോ? CCTVയുടെ കാര്യം എന്തുകൊണ്ട് നമ്മൾ ആലോചിച്ചില്ല? അതിൻ്റെ ക്യാമറമ്മ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും ഇട്ടിട്ട് വേണമായിരുന്നു നമ്മളത് ചെയ്യാൻ. അല്ലെങ്കിൽ ആ CCTV എന്തെങ്കിലും പ്രവർത്തനരഹിതമാക്കിയിട്ട് വേണമായിരുന്നു നമ്മളത് ചെയ്യാൻ. നമ്മൾ അപ്പോൾ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ള ആ തത്രപ്പാടിൽ അതെല്ലാം മറന്നുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ അമീർ പറഞ്ഞു, ഇനിയിപ്പോൾ കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ, നമുക്കൊരു കാര്യം ചെയ്യാം. എങ്ങനെയെങ്കിലും
ആ CCTV ഏത് ഓപ്പറേറ്ററെയാണ് സാർ കാണിക്കുന്നത് എന്നറിയാം, നമുക്കറിയണം. സ്ഥിരം കൊടുക്കുന്നത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു കടയുണ്ട്, അതെനിക്കറിയാം. അവിടെയാണ് സാർ മിക്കവാറും കൊടുക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെയാണെങ്കിൽ നമുക്ക് അവിടെ അന്വേഷിക്കാം. നീ ബേജാറാവണ്ട, ഞാൻ വൈകുന്നേരം ഞാൻ ഇറങ്ങുമ്പോൾ, അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അന്വേഷിക്കാം. അവിടെയാണെങ്കിൽ നമുക്ക് അവനെ പണം കൈ കൊടുത്ത് നമുക്ക് പാട്ടിലാക്കാം. അതിൽ എല്ലാ ഡാറ്റയും നശിപ്പിച്ചതിൻ്റെ ശേഷം അത് തിരികെ കൊടുക്കാം, പറയാമവനോട് എന്നെല്ലാം അവർ പ്ലാനിട്ടു. എന്നാൽ അവരുടെ പ്ലാനെല്ലാം തെറ്റിച്ചുകൊണ്ട് സൈനു അതിലും ബുദ്ധിമാനായിരുന്നു. അവൻ സ്ഥിരം കൊടുക്കാറുള്ള കടയിലല്ല കൊടുത്തത്, മറ്റൊരു കടയിലാണ് ഏൽപ്പിച്ചത്. എന്നാൽ ഇതൊന്നും അറിയാതെ അമീർ അവിടെ സ്ഥിരം നന്നാക്കാൻ കൊടുക്കുന്ന കടയിൽ എത്തി. അവരോട് ചോദിച്ചു, ഇവിടെ ഓഫീസിൽ നിന്ന്, നമ്മുടെ റാഹത്ത് കമ്പനിയിൽ നിന്ന് CCTV എങ്ങാനും നേരാക്കാൻ തന്നിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല. എന്തു പറ്റി? അല്ല, അത് കേടായിരുന്നു. സൈൻ സാർ ഇവിടെ എങ്ങാനും തന്നോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അതുകൊണ്ട് ഓക്കെ, എന്നാൽ ശരി എന്ന് പറഞ്ഞു. അമീർ പോയ ഉടനെ തന്നെ അവിടെ നിന്നും സൈനുവിന് കോൾ ചെന്നു. സാർ, ഇവിടെ നിങ്ങളുടെ ഓഫീസിലെ ഒരു പയ്യൻ CCTV നേരാക്കാൻ തന്നിരുന്നു എന്ന് അന്വേഷിക്കാൻ വന്നിരുന്നു. സാർ എന്താ ഇത്തവണ ഇവിടെ തരാതെ? എന്തു പറ്റി സാർ, അത് ശരിയാക്കുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ സൈനു പറഞ്ഞു, എനിക്കറിയാം അത് അവിടെ അന്വേഷണം വരുമെന്ന്, അതുകൊണ്ട് തന്നെയാണോ ഞാൻ അവിടെ തരാതിരുന്നത് എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം സൈനു അവിടെ ധരിപ്പിച്ചു ആ CCTVയിലെ കടയിലെ ആളോട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ. ഞാനും വിചാരിച്ചു സാറിന് എന്തു പറ്റി, നമ്മുടെ സർവീസ് എങ്ങാനും ഇഷ്ടമായില്ലേ, കഴിഞ്ഞ തവണ തന്നിട്ട് ഇഷ്ടമായില്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കളി ഇതിനിടയിലുണ്ടല്ലേ. അത് ശരി, അത് കുഴപ്പമില്ല സാർ. ഓക്കെ, ഇനി അടുത്ത തവണ എന്തായാലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ തരണേന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങനെ തന്നെയല്ലോടോ, സ്ഥിരമായിട്ട് ഞാൻ അവിടെ തന്നെയല്ലേ തരാറുള്ളത്. ഇത്തവണ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു കളി നടക്കുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ പണം തന്ന് സ്വാധീനിക്കും എന്ന് അറിയാം. പക്ഷേ നിങ്ങൾ അതിലൊന്നും പെടില്ല. നിങ്ങൾക്ക് കാരണം സ്ഥിരം വർക്ക് തരുന്നത് ഞാനല്ലേ, കൂടെ എന്നോടായിരിക്കും എന്ന് അറിയാം. എങ്കിൽ കൂടി എനിക്ക് ഒരു ചെറിയൊരു പേടി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കിട്ടോ എന്ന് വിചാരിക്കുന്നത്. അത് കുഴപ്പമില്ല സാർ. ഇനി സാറ് വരുന്നതിന് മുൻപ് അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നാലും ഞങ്ങൾ എന്തായാലും സാറിനെ അറിയിക്കുകയേ ചെയ്യുകയുള്ളൂ, അല്ലാതെ അവരുടെ പണമൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല എന്തായാലും അപ്പോൾ ഇതിന് പിന്നിൽ നടന്ന കൈകൾ ആരുടേതാണെന്ന് എനിക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. ഇനി CCTV ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഓക്കേടാ, എന്നാൽ ഇനി വെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈനു ഫോൺ വെച്ചു. തന്നെ CCTV കേടെല്ലാം മാറ്റി കടക്കാർ തിരികെ കൊടുത്തിരുന്നു. തൻ്റെ റൂമിൽ നിന്ന് അതിൻ്റെ ആ ഡാറ്റകൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരേ ഒരു പ്രാർത്ഥനയെ ഉണ്ടായിരുന്നുള്ളൂ സൈനുവിന്, അത് അമീർ ആയിരിക്കരുത് എന്ന്. കാരണം എന്തായാലും താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയുടെ അനിയനാണ് അവനായിരിക്കല്ലേ. ഇനി ഷഹാനയാണെങ്കിൽ കൂടി അമീർ ആയിരിക്കരുത് എന്നായിരുന്നു സൈനുവിൻ്റെ പ്രാർത്ഥന. എന്നാൽ അവൻ്റെ ആ ചിന്തകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് അതിൽ നടന്ന ഓരോ കാര്യങ്ങളും കണ്ട് നമ്മുടെ സൈനുവിൻ്റെ നെഞ്ച് തകർന്നു പോയി. ഇത്രയും നല്ല ഒരു പെൺകുട്ടിക്ക്, അതായത് നമ്മുടെ ആമിക്ക് എങ്ങനെയൊരു കുരുത്തം കെട്ടാനിയൻ, അതും അവളോട് ഇത്രയധികം ശത്രുത വെച്ച് പുലർത്താൻ എങ്ങനെ അവന് കഴിഞ്ഞു? എന്തായാലും അവളുടെ ഉപ്പ, അയാളുടെ ചോരയല്ലേ അവൻ. ചെറുപ്പം മുതലേ തൻ്റെ മകളെ ദ്രോഹിച്ചിരുന്ന ആ ഉപ്പാൻ്റെ ചോര തന്നെയല്ലേ അമീറും. അത് കണ്ട് തന്നെയല്ലേ അവനും വളർന്നത്. അതുകൊണ്ട് അവളെ ദ്രോഹിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നേരം വെളുക്കുന്നത് വരെ കാത്തിരിക്കാൻ ഉള്ള ക്ഷമ പോലും സൈനുവിനുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ അവനെ വീട്ടിൽ പോയി പൊക്കി 2 കൊടുക്കുവാനാണ് അവന് തോന്നിയത്. എങ്കിൽ കൂടി അവൻ്റെ ഉമ്മാക്ക് അത് വിഷമമായിരിക്കും. അതുകൂടി താൻ ആലോചിക്കണ്ടേ. അവൻ്റെ ഉപ്പ അങ്ങനെയാണെങ്കിൽ കൂടി ആകെയുള്ള ഒരാൺകുട്ടിയാണ്. അവനെ നൊന്ത് പ്രസവിച്ച് ഉമ്മയാണ് അവരുടെ മുന്നിൽ വെച്ച് അവനെ 2 പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവർക്കത് വിഷമമായിരിക്കും. അതുമാത്രമല്ല, ഇതുവരെ താനങ്ങനെ ഒരാളെയും തല്ലിയിട്ടില്ല. വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമില്ലാത്തത് കാണുമ്പോൾ, ഇതുവരെ തല്ലിയിട്ടില്ല. ഇനി അതും കൂടി ചെയ്യണ്ട എന്ന് കരുതി അവൻ നേരം വെളുക്കട്ടെ അതുവരെ ക്ഷമിക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിൽ എത്തിയ നമ്മുടെ സൈനു എത്തിയ ഉടനെ തന്നെ അമാനയോട് പറഞ്ഞു, അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു.
അപ്പോൾ ആകാംക്ഷ കൊണ്ട് നമ്മുടെ ആമി ചോദിച്ചു, ആരാണ് സാർ അത് ചെയ്തത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ സെയ്ന് പറഞ്ഞു, നിനക്ക് ഞാൻ നേരിട്ട് തന്നെ കാണിച്ചു തരാം. പറയുന്നതിനേക്കാൾ നല്ലത് നീ അത് കാണുകയാണ്. ഇനിയെങ്കിലും നീ ഇവിടെയായാലും വീട്ടിലായാലും വിശ്വസിക്കരുത്. ഇത് കേട്ടതും ആമി ചോദിച്ചു, വീട്ടിലായാലും വിശ്വസിക്കരുത് എന്നോ? അതെന്താണ് സെയ്നുക്ക നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? എന്തായാലും നീ കണ്ടു നോക്ക് എന്നെല്ലാം പറഞ്ഞ് ആ ദൃശ്യങ്ങൾ സെയ്നു ആമിക്ക് കാണിച്ചു കൊടുത്തു. അത് കണ്ടതും അവൾ ഞെട്ടിത്തരിച്ചു പോയി. അമീർ ആണ് തന്നെ ചതിച്ചത് എന്ന് ആലോചിച്ചപ്പോൾ അവൾ അപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ സെയ്നു ചോദിച്ചു, നീ എങ്ങോട്ടാണ്? അല്ല, അവന് ഞാൻ കാണിച്ചു കൊടുക്കാം, അവന് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ അവനെ ശരിയാക്കി കൊടുക്കാമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ സെയ്നു പറഞ്ഞു, ആമി നീ എന്ത് പണിയാണ് കാണിക്കുന്നത്? അങ്ങനെ എല്ലാവരുടെയും മുന്നിലിട്ട് അവനെ കള്ളനാക്കിയാൽ നിനക്ക് കൂടിയാണ് അതിൻ്റെ മോശം. എന്ത് പറഞ്ഞാലും നിൻ്റെ അനിയനല്ലേ. നിങ്ങൾ വീട്ടിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ കള്ളനായാൽ നിനക്ക് കൂടിയാണ് അതിൻ്റെ മോശം. അതുകൊണ്ട് ആരും അറിയാതെ അവനെ ഇവിടെ വിളിച്ചു വരുത്തണം. അതിൻ്റെ ശേഷം എനിക്കറിയാം അവനെ എന്ത് വേണമെന്ന് എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് നമ്മുടെ സെയ്നു ആളെ വിട്ട് അമീറിനെ വരുത്തിച്ചു. സെയ്നിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അമീറിന് കാര്യം പിടികിട്ടി. നെഞ്ചിരിപ്പോടെ അവൻ അവിടെ നിന്ന് പോകാൻ എണീറ്റു. അപ്പോൾ ഷഹാന പറഞ്ഞു, എടാ എന്തിനായിരിക്കും വിളിച്ചത്? ഇനി നീയാണ് എന്നെങ്ങാനും അറിഞ്ഞിട്ടുണ്ടാവുമോ? ഇത് കേട്ടതും അമ്മ പറഞ്ഞു, നീയാണെന്നെങ്കിൽ എന്നോ? നമ്മളല്ലേ ഇത് ചെയ്തത്? അപ്പോൾ ഷഹാന പറഞ്ഞു, നമ്മളാണ് ചെയ്തത് എങ്കിൽ കൂടി എന്നെ കാണുന്നില്ലല്ലോ CCTVയിൽ, നിന്നെയല്ലേ കാണുകയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തന്നെ അനുഭവിച്ചാൽ മതി. എന്നെ കൂടി നീ അതിൽ കൊടുക്കല്ലേ. നീ ഇവിടുന്ന് പുറത്തായാലും എന്നെ നീ ഒറ്റിക്കൊടുക്കരുത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, ഞാൻ ചെയ്യില്ല, ഞാനതൊന്നും ചെയ്യില്ല, ഞാനോ പുറത്തായി, ഇനി നീയെങ്കിലും ഇവിടെ നിൽക്ക് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ മനസ്സിൽ അവൻ്റെ കണക്ക് കൂട്ടലുകൾ മറ്റൊന്നായിരുന്നു. അങ്ങനെ നീ മാത്രം രക്ഷപ്പെടട്ടെ, ഞാൻ ഇവിടുന്ന് പുറത്താവുകയാണെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള വഴി എനിക്കറിയാം. അവളുടെ ഒരു നല്ല പിള്ള, അത് ശരി, ഒരാപത്ത് വന്നപ്പോൾ നീ എന്നെ ഒറ്റപ്പെടുത്തുകയാണ്, ഇതാണോ നീ? ഇങ്ങനെയാണ് നീ അല്ലേ? എങ്കിൽ നിന്നെ വിശ്വസിച്ച് ഞാൻ വീട്ടി എന്നെല്ലാം അവൻ മനസ്സിൽ